സുകുമാരൻ നായരും ബി.ജെ.പിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ പരസ്യ വിമർശനങ്ങളിലേക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം സുകുമാരൻ നായർ സ്വീകരിച്ച നിലപാടാണ് ബി.ജെ.പിയെ ചൊടിപ്പിച്ചത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുകയാണ്. സജോ, അവിടേക്ക് ആർക്കും പ്രവേശനമില്ല, ബി.ജെ.പി നേതാക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു നിലപാട് ജി സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു. ഉപരാഷ്ട്രപതി എന്ന പ്രൊഫൈലിൽ നിൽക്കുമ്പോൾ പോലും സി.പി. രാധാകൃഷ്ണന് അവിടേക്ക് ആ പ്രവേശനം സാധ്യമാകുന്നില്ല. അതിന് കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതും വലിയ തോതിൽ അലോസരപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ബി.ജെ.പി നേതാക്കൾ തുറന്ന് ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം കൂടിയാണ്. എന്താണ് പെരുന്നയ്ക്കും ബി.ജെ.പിക്കും ഇടയിൽ സംഭവിക്കുന്നത്? മധു, മന്നം സമാധിയിലേക്ക് എത്തുന്നതിനെ ചൊല്ലി ഇത് ആദ്യമായല്ല വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ ഇത് കേവലമായ ആ ഘട്ടത്തിലെ അസംതൃപ്തിയുടെ പ്രകടനം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പറയുന്നു എന്നതിനേക്ക് അപ്പുറത്തേക്കുള്ള സാഹചര്യം ഇതിനകത്തുണ്ട് എന്നതാണ്. നാളുകളായി പുകയുന്ന അതൃപ്തിയുടെ ബാക്കി പത്രമാണ്. അതിനും അപ്പുറത്തേക്ക് അതിൽ വിശാലമായ പല കാര്യങ്ങളും വായിച്ചെടുക്കാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. NSS പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിനിടയിൽ, അല്ലെങ്കിൽ നായർ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനൊക്കെ സംഘപരിവാര സംഘടനകൾക്കും ബി.ജെ.പിക്കും സ്വാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സംഘടനാ തലപ്പത്തേക്ക്, അതിന്റെ നിയന്ത്രണത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ കാര്യമായ സ്വാധീനം ഉറപ്പിക്കുന്നതിന് പലപ്പോഴും ബി.ജെ.പിക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിലെ കാര്യം തന്നെ പരിശോധിച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജി സുകുമാരൻ നായർ പലപ്പോഴും സ്വീകരിച്ച നിലപാട് NSSന്റെ ഔദ്യോഗിക നിലപാടായി പുറത്തുവരുന്ന നിലപാടുകളിൽ ബി.ജെ.പി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിന്, അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷെ അതൊരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള വിമർശനമായൊന്നും അവർ പങ്കുവച്ചിരുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില നേതാക്കളും അണികളും ഒക്കെ ഉയർത്തിയ വിമർശനങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം NSSനെ സമ്പൂർണ്ണമായി ചേർത്ത് നിർത്തുക എന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. അതിന് പലപ്പോഴും സുകുമാരൻ നായരുടെ നിലപാട് വിഘാതമായിട്ടുണ്ട് എന്ന് വിലയിരുത്തലുണ്ട്. പലപ്പോഴും അദ്ദേഹം കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നെന്ന് മാത്രമല്ല, ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മയപ്പെട്ട നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന അതൃപ്തി ബി.ജെ.പി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് കേവലം ഇതൊരു തുടക്കമായി കാണണം. ഇതിനും അപ്പുറത്തേക്ക് ദീർഘമായ താല്പര്യങ്ങളുണ്ട്. അവർ സുകുമാരൻ നായരെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം പലപ്പോഴും കടുത്ത നിലപാടുകൾ, കർക്കശമായ നിലപാടുകൾ ബി.ജെ.പി നേതാക്കളോട് പല ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് ആശയപരം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു നിലപാട് പല വിഷയങ്ങളിലും, പ്രശ്നാധിഷ്ഠിതമാണെങ്കിൽ കൂടിയും വിഷയാധിഷ്ഠിതമാണെങ്കിൽ കൂടിയും അങ്ങനെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ അതൃപ്തിയുണ്ട് എന്ന് മാത്രമല്ല, ബി.ജെ.പിയുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ ദീർഘകാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പല നിലപാടുകളും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലടക്കമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഇനിയിപ്പോൾ അതൊരു കടുത്ത പരസ്യ പോരിലേക്ക് വളർന്ന് വികസിക്കാൻ വളരെ പെട്ടെന്ന് പോകുന്നില്ല എങ്കിൽ കൂടിയും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യങ്ങളുണ്ട്. അത് പലപ്പോഴും NSS ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു 10-12 വർഷമായിട്ടെങ്കിലും സമാനമായ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് ബി.ജെ.പി വിചാരിച്ച വഴി വെട്ടിത്തുറക്കാൻ NSS ജനറൽ സെക്രട്ടറി സമ്മതിച്ചില്ല, അനുവദിച്ചില്ല. അതിനുള്ള മൗനാനുവാദം പോലും നൽകിയില്ല എന്നതായിരിക്കാം ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. പക്ഷേ ഇതിപ്പോൾ ഈ പരസ്യ പ്രതികരണങ്ങൾ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയും